അപ്പോൾ നമ്മൾ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഇനി പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുകയാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട 8 ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ പെട്ടെന്ന് നമുക്കത് നോക്കിയാലോ. അപ്പോൾ എന്തേ നോക്കിയിരിക്കണേ, എല്ലാ വീഡിയോയിൽ പറയുമ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തേ, പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യം സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരു ദിവസം 3-ലധികം വീഡിയോസ് ഇടുന്നതുകൊണ്ട് നിങ്ങൾക്കത് 3 നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാ വീഡിയോസും കിട്ടാൻ വേണ്ടിയിട്ട് കാണുന്ന എല്ലാ വീഡിയോയും ലൈക്ക് ചെയ്യുക. ദെൻ ഇടയ്ക്ക് ചാനൽ പേജ് കയറി നിങ്ങൾ നോക്കാട്ട് പുതിയ വീഡിയോ വന്നിട്ടുണ്ടോ എന്നുള്ളത്. അല്ലെങ്കിൽ ഇതേപോലെ ഇമ്പോർട്ടൻറ്റ് വീഡിയോസ് നമ്മളിടുമ്പോൾ നിങ്ങൾക്കത് മിസ്സായി പോകും. നാളത്തെ എക്സാം നമുക്ക് തകർക്കണ്ടേ. ഓക്കെ, സോ ഷോർട്ട് ക്വസ്റ്റ്യൻസിൽ ഫസ്റ്റ് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ കൺസെപ്റ്റ് എന്താണ്? 2 മാർക്സിനൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. സോ മാനേജ്മെൻറ്റ് ഇസ് എ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. മറ്റുള്ളവരെ കൊണ്ട് ഒരു ജോലി ചെയ്യിച്ചെടുക്കുന്നതാണ് മാനേജ്മെൻറ്റ്. വിത്ത് എയിം ഓഫ്, എന്താണ് ലക്ഷ്യം? അച്ചീവിങ് ഓർഗനൈസേഷണൽ ഗോൾസ്. ഓർഗനൈസേഷൻ്റെ ഗോൾ എഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റായിട്ടും അച്ചീവ് ചെയ്യാൻ. അതിലൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ കോസ്റ്റുമായി ബന്ധപ്പെട്ടതും എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് ടൈമുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ടൈം ടാർഗറ്റൊക്കെ അതുമായി ബന്ധപ്പെട്ടാന്ന് നോക്കുക. അതായത് ഒരു കാര്യം കൃത്യസമയത്ത് ചെയ്ത് തീർക്കുകയാണെങ്കിൽ അതാണ് എഫക്റ്റീവ്നെസ്. ഒരു കാര്യം ചിലവ് കുറഞ്ഞ രീതിക്ക് ചെയ്ത് തീർക്കുകയാണെങ്കിൽ അതാണ് എഫിഷ്യൻസി. അത് ഓർത്തിരുന്നോളാം കേട്ടോ. രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കംപ്ലീറ്റ് ദ ഫോളോയിങ് ചാർട്ട്. ലിബറലൈസേഷൻ, പിന്നെ ഏതാ വരുന്നത്? പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. ഓക്കെ, ദെൻ അടുത്തത് റൈറ്റ് എ നോട്ട് ഓൺ പ്ലാനിങ് പ്രിമൈസസ്. എന്താണ് പ്ലാനിങ് പ്രിമൈസസ്? 2 മാർക്കിന് ചോദിച്ചേക്കാം. പ്ലാനിങ് പ്രിമൈസസ് എന്താന്ന് പറഞ്ഞാൽ, പ്ലാനിങ് എന്ന് പറയുന്നത് നമ്മൾ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഫ്യൂച്ചർ എങ്ങനെയാണ് ഉണ്ടാവാന്നൊന്നും നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പാടില്ല. അതുകൊണ്ട് നമ്മൾ ചില അസംഷൻസ് എടുക്കേണ്ടതായിട്ടുണ്ട് ഫ്യൂച്ചറിനെ പറ്റിയിട്ട്. അങ്ങനെ നമ്മൾ എടുക്കുന്ന അസംഷൻസിനെയാണ് പ്ലാനിങ് പ്രിമൈസസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ കൂടി എഴുതിക്കോളാം. അതായത് ഇഫ് എ ബിസിനസ് ഈസ് ആൻറ്റിസിപ്പേറ്റിംഗ് എ ഇൻക്രീസ് ഇൻ ദ സെയിൽസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് അസ്യൂമിങ് ദാറ്റ് സെയിൽസ് ടാക്സ് ഓൺ കമ്പ്യൂട്ടേഴ്സ് വിൽ ബി ഡിക്രീസ്ഡ് ബൈ ഗവൺമെൻറ്. അതായത് ഗവൺമെൻറ് ഇപ്പോൾ കമ്പ്യൂട്ടറിലുള്ള സെയിൽസ് ടാക്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പോകാമെന്ന് വിചാരിക്കാം. അപ്പോൾ തന്നെ നമ്മൾ അസ്യൂം ചെയ്തോളണം ടാക്സ് കുറയ്ക്കുമ്പോൾ ആളുകൾ കമ്പ്യൂട്ടർ വാങ്ങിക്കുന്നത് കൂട്ടും. അതായത് ആ ബിസിനസ്സിൻ്റെ കമ്പ്യൂട്ടേഴ്സിൻ്റെ സെയിൽസ് കൂടാൻ ചാൻസ് ഉണ്ട്. നമ്മൾ അങ്ങനെ അസ്യൂം ചെയ്തു. അതാണ് പ്ലാനിങ് പ്രിമൈസസ്. 4ാമത്തെ ചോദ്യമാണ് എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് ഫോർമൽ ഓർഗനൈസേഷൻ. 2 മാർക്കിന് ചോദിച്ചേക്കാം. ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ ഒരു ബിസിനസ്സിൽ ബോസ് ഉണ്ട്, താഴെ സബോർഡിനേറ്റ്സ് ഉണ്ട്, എംപ്ലോയീസ് ഉണ്ട്. അതാണ് ആ ഒരു ഫോം ഉണ്ടല്ലോ, അതാണ് ഫോർമൽ ഓർഗനൈസേഷൻ. സോ ഇറ്റ് റെഫേഴ്സ് ടു സ്ട്രക്ചർ ഓഫ് റിലേഷൻഷിപ്പ് ഡെലിബറേറ്റ്ലി ഡിസൈൻഡ് ബൈ ടോപ്പ് മാനേജ്മെൻറ്റ്. ടോപ്പ് മാനേജ്മെൻറ്റ് കൃത്യമായിട്ട് ഡിസൈൻ ചെയ്യുന്നതാണത്. അതായത് സുപ്പീരിയർ, സബോർഡിനേറ്റ്, ബോസ്, ഇമ്മീഡിയറ്റ് ബോസ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കുന്നതാണ്. എന്തിനു വേണ്ടിയിട്ട്? ഓർഗനൈസേഷൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ഓരോരുത്തരും ആരോട് റെസ്പോൺസിബിൾ ആണ്, ആർക്കൊക്കെ പവറുണ്ട്, അതോറിറ്റി ഉണ്ട്, എല്ലാം പറഞ്ഞിട്ടുണ്ടാകും. ഓരോ സബോർഡിനേറ്റ് എന്ത് ചെയ്തിരിക്കണം? സുപ്പീരിയറുടെ അടുത്തു നിന്നുള്ള ഓർഡേഴ്സ് സ്വീകരിച്ചിരിക്കണം. then 5ാമത്തെ ചോദ്യമാണ് ഇൻ മാത്സ് ഓഫ് ഫോളോയിങ്. എളുപ്പമാണല്ലോ. ഇൻഫ്ലേഷൻ റേറ്റ് ഏതിൽ വരും? എക്കണോമിക് എൻവയോൺമെൻറ്റിൽ വരും. കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ് ഏതിൽ വരും? സോഷ്യലിൽ വരും. സയൻറ്റിഫിക് ഇംപ്രൂവ്മെൻറ്റ്സ് ടെക്നോളജിക്കലിൽ വരും. ഐഡിയോളജി ഓഫ് ഗവൺമെൻറ് പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റിൽ വരും. 6ാമത്തെ ചോദ്യം റൈറ്റ് എനി 4 ഡിഫറൻസസ് ബിറ്റ്വീൻ ഫങ്ഷണൽ ആൻഡ് ഡിവിഷണൽ സ്ട്രക്ചർ. ഫങ്ഷണൽ സ്ട്രക്ചർ ഫങ്ഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് മാർക്കറ്റിംഗ്, പ്രൊഡക്ഷൻ, ഫിനാൻസ് എന്നിങ്ങനെ ഫങ്ഷൻ്റെ അടിസ്ഥാനത്തിലാണ് അതുണ്ടായിട്ടുള്ളത്. അതേസമയം ഡിവിഷണൽ സ്ട്രക്ചർ എന്ന് വെച്ചാൽ പ്രോഡക്റ്റ് ലൈൻസ്, ഇപ്പോൾ ടെക്സ്റ്റൈൽസ്, ഷൂസ്, മെഡിസിൻസ്, അങ്ങനെ പല പല പ്രോഡക്ട്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡിവിഷണലുള്ളത്. ഫങ്ഷണൽ സ്ട്രക്ചറിൽ അവർ ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ആകുന്നത്, ആ മാനേജർ സ്പെഷ്യലൈസ്ഡ് ആകുന്നത് അതായത് ഫങ്ഷനിൽ മാത്രമാണ്. പക്ഷേ ഡിവിഷണൽ സ്ട്രക്ചറിൽ ആ ഒരു പ്രോഡക്റ്റിൽ കംപ്ലീറ്റ് ആയാലും സ്പെഷ്യലൈസ്ഡ് ആകാണ്. ദെൻ ഫങ്ഷണൽ സ്ട്രക്ചറിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനെ കണ്ടുപിടിച്ച് റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഡിവിഷനിൽ എളുപ്പമാണ്. കാരണം ഇപ്പോൾ ടെക്സ്റ്റൈൽസിൽ നിന്നാണ് നമുക്ക് ലാഭം കുറവെങ്കിൽ അപ്പോൾ അവരെ പിടിച്ച് റെസ്പോൺസിബിലിറ്റി ഏൽപ്പിച്ചാൽ മതിയല്ലോ. സോ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനെ ഫിക്സ് ചെയ്യാൻ എളുപ്പമാണ്. മാനേജറിയൽ ഡെവലപ്മെൻറ്റ് ഫങ്ഷണലിൽ ബുദ്ധിമുട്ടാണ്, ഡിവിഷണലിലാണ് എളുപ്പമായിട്ടുള്ളത്. പക്ഷേ ചിലവ് കുറവ് ഫങ്ഷനിലാണ്, എക്കണോമിക്കലാണ്. പക്ഷേ ഡിവിഷണലിൽ ചിലവ് കൂടുതലാണ്, കോസ്റ്റ് കൂടുതലാണ്. ഫങ്ഷണൽ ഡിഫിക്കൽട്ട് ഫോർ മൾട്ടി പ്രോഡക്റ്റ്, ഒന്നിലധികം പ്രോഡക്റ്റ് വിൽക്കുന്ന ഒരു സ്ഥാപനത്തിന് ഫങ്ഷണൽ സ്ട്രക്ചർ ഫോളോ ചെയ്ത ബുദ്ധിമുട്ടായിട്ട് വരും. അത് ഡിവിഷണൽ സ്ട്രക്ചറിന് ഈസി ആയിരിക്കും. ഇതാണ് 6ാമത്തെ ചോദ്യം. 7ാമത്തെ ചോദ്യം എന്താണ് ഡെലിഗേഷൻ? ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ അസൈനിങ് വർക്ക് ടു അതേഴ്സ് ആൻഡ് ഗിവിങ് അതോറിറ്റി ടു ഡു. വർക്ക് ഏൽപ്പിക്കുക, അതേപോലെ തന്നെ ആ വർക്ക് ചെയ്യാനുള്ള
പവർ, അതോറിറ്റി എന്ന് വെച്ചാൽ പവർ കൂടി അവരെ ഏൽപ്പിക്കലാണ് ഡെലിഗേഷൻ. അതെന്ന് പറയുന്നത് ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സുപ്പീരിയറിൽ നിന്ന് സബോർഡിനേറ്റിലേക്ക്, അതായത് മുകളിൽ നിന്ന് താഴേക്ക്, ഡൗൺവേർഡ് ട്രാൻസ്ഫർ ഓഫ് അതോറിറ്റിയാണ്. അപ്പോൾ അതിലൂടെ മാനേജേഴ്സിന് എന്താണ് ഗുണം? അവരുടെ വർക്കിലോട് മറ്റുള്ള ആളുകളിലേക്ക് വീതിച്ചെടുക്കാൻ പറ്റും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് എനി 4 ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ്. എന്തായാലും ചോദിക്കും. പ്ലാനിങ് എന്താക്കും? ആ ഓർഗനൈസേഷനെ റിജിഡ് ആക്കും. കാരണം അവിടെ നേരത്തെ സെറ്റ് ചെയ്തിട്ടുള്ള പ്ലാൻ അനുസരിച്ചിട്ടേ കാര്യങ്ങൾ നടക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ എംപ്ലോയീസിൻ്റെ ക്രിയേറ്റിവിറ്റി ഒന്നും അവിടെ എടുക്കില്ല. ദെൻ പ്ലാനിങ് എന്ന് പറയുന്നത് ഡൈനാമിക് എൻവയോൺമെൻറ്റിൽ പറ്റണം എന്നില്ല. അതായത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ബിസിനസ് എൻവയോൺമെൻറ്റിൽ നമുക്ക് പ്ലാനിങ് അതേപോലെ തന്നെ കൊണ്ടുപോകാൻ പറ്റില്ല. ദെൻ പ്ലാനിങ് അവിടെ ക്രിയേറ്റിവിറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഒത്തിരി കോസ്റ്റ് ഉണ്ട് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തീരുമാനങ്ങൾക്കൊന്നും പറ്റില്ല. ഒത്തിരി ടൈമും കോസ്റ്റും ഒക്കെ ഇതിൽ ചിലവാകുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് പ്രധാനപ്പെട്ട 8 ടോപ്പ് ഷോർട്ട് ക്വസ്റ്റ്യൻസ്. ഇനി അടുത്ത വീഡിയോ വരുന്നുണ്ട്. ഇഷ്ടംപോലെ വീഡിയോസ് പുറകെ വരുന്നുണ്ട്. അത് മിസ്സാക്കാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക്